എങ്ങനുണ്ട്? എങ്ങനുണ്ട്? കൊള്ളാവോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളൊക്കെ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഐബ്രോ പെൻസിൽ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഐബ്രോ പെൻസിലിന് പകരം വേറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല ഗൈസ്. എൻ്റെ കയ്യിൽ ഈ കാണുന്ന ഈ ഒരു ഐബ്രോ പെൻസിലാണ്. അതിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. പക്ഷേ കുഴപ്പമില്ല, ഞാനതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഐബ്രോ പെൻസിലൊക്കെ എൻ്റെ കയ്യിൽ വരുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്നൊരു ടിപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതായത് ഈ ഐബ്രോ പെൻസിലൊന്നും ഇല്ലാത്തവർക്കും എന്ത് ചെയ്യാം, ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് വേണം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കൺമഷി, രണ്ടെന്ന് പറയുന്നത് ചന്ദനത്തിരിയുടെ കോലാണ് ഗൈസ്. അപ്പം ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പുരുകത്തിലുള്ള ആ കരിയൊക്കെ ഞാനൊന്ന് തുടച്ച് കളഞ്ഞിട്ട് നിങ്ങളൊന്ന് കാണിക്കാം ഇതെങ്ങനെയാണ് വർക്കാവുന്നത്. അപ്പം അതിനുവേണ്ടി വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രം ഈ കൺമഷി ഈ ഒരു ചന്ദനത്തിരിയിലേക്ക് എടുക്കുക. അതിനുശേഷം നമ്മുടെ കൈയുടെ ചൂണ്ടുവിരലിൻ്റെയോ കൈയുടെ വിരലയിൽ വെച്ചിട്ട് നമ്മൾ നന്നായി റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഫുള്ള് കരി മായാതെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രം ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നല്ല രീതിയിൽ നമ്മളിങ്ങനെ പുരികം ഒന്ന് ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ തന്നെ നോക്കുക ഗൈസ്, രണ്ട് പുരികത്തിൻ്റെ വ്യത്യാസം നിങ്ങൾ നോക്കിയേ, നല്ല വ്യത്യാസമില്ലേ? അതാണ്. അപ്പോൾ അപ്പുറത്തെ പുരികത്തിലും കൂടി ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാം. രണ്ട് പുരികം നിങ്ങൾ നോക്കിയേ, രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. നേരത്തെ ഞാൻ ആദ്യമേ വീഡിയോ ചെയ്ത സമയത്തെ പോലെ തന്നെ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾക്കും ട്രൈ ചെയ്യാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ടാറ്റാ.